നമസ്കാരം, ഞാൻ അശ്വനി എ പി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മലയാള വിഭാഗത്തിലെ അധ്യാപികയാണ്. MA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പ്രോഗ്രാമിൻ്റെ 4ാമത്തെ സെമസ്റ്ററിൽ പഠിക്കാനുള്ള M21ML05DE ദലിത് സാഹിത്യത്തിലെ 2ാമത്തെ ബ്ലോക്കിൽ വിശദ പഠനത്തിനായി നൽകിയിരിക്കുന്ന തോട്ടിയുടെ മകൻ എന്ന നോവലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. റിനൈസൻസ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായാണ് മലയാളത്തിൽ നവോത്ഥാനം എന്ന പദം പ്രയോഗിച്ചു പോരുന്നത്. പുതിയ ഉണർവ്, പുതിയൊരു ജന്മം, നവീകരണം എന്നൊക്കെ ലളിതമായി നമുക്കതിന് അർത്ഥം കൽപ്പിക്കാം. പരമ്പരാഗതവും അപരിഷ്കൃതവുമായ ധാരണകളിൽ നിന്നും സമൂഹം പുതുശക്തി ആർജിച്ചുകൊണ്ട് വെളിച്ചത്തിലേക്ക് നടന്നു നീങ്ങിയ ചരിത്രമാണ് നവോത്ഥാനത്തിന് അവകാശപ്പെടാനുള്ളത്. 1940കൾ മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് നവോത്ഥാന സാഹിത്യത്തിന്റെ കാലമാണ്. പ്രത്യേകിച്ച് 1940നും 50നും ഇടയിലുള്ള ദശകം കേരളീയ ജീവിതത്തിലും മലയാള സാഹിത്യത്തിലും രൂപപരവും ഭാവപരവുമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതായി കാണാം. സാഹിത്യത്തെ സംബന്ധിച്ച് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിതം പ്രമേയവൽക്കരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും മാനവികത എന്ന ദർശനത്തിന് സാഹിത്യത്തിൽ വലിയ പ്രാധാന്യം ലഭിക്കുകയുമുണ്ടായി. മനുഷ്യ സമൂഹങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് മാനവികതയുടെ ധർമ്മം. അതുകൊണ്ട് തന്നെ നവോത്ഥാന പ്രസ്ഥാനത്തിന് മുഴുവൻ അടിത്തറയായി വർത്തിക്കുവാൻ മാനവികത എന്ന ആശയത്തിന് സാധിച്ചു. പ്രവൃത്തിയുടെയും ചിന്തയുടെയും സങ്കലനം മാനവികതയുടെ പ്രത്യേകതയാണ്. ശ്രമകരമായ ചരിത്ര പുനർമൂല്യനിർണയം മാനവികത സാധ്യമാക്കി നൽകുന്നു. നവോത്ഥാന കാലഘട്ടത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ ആ നിലയിൽ ഹ്യൂമനിസത്തിൽ നിന്ന്, അതായത് മാനവികതയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്. മനുഷ്യ സമൂഹത്തെ ആധുനിക സമൂഹമായി പരിവർത്തിപ്പിച്ച് സമഗ്രമായ സാംസ്കാരിക പരിഷ്കരണം സാധ്യമാക്കുന്നതിന് ആഹ്വാനം നൽകുന്ന പ്രക്രിയയായി മാനവികത വിലയിരുത്തപ്പെട്ടു. മനുഷ്യനെ പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും ഭാഗമായി കാണാനും മനുഷ്യ സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കാനും മാനവികതയ്ക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെ നവോത്ഥാന കാലഘട്ടത്തിലെ സാഹിത്യം മാനവികത എന്ന ദർശനത്തെയാണ് ഉയർത്തിപ്പിടിച്ചത് എന്ന് പറയാം. പൊതു മാനവികത എന്ന നിലയിൽ മനുഷ്യ സമൂഹത്തിന്റെ അനുഭവങ്ങളെ അവതരിപ്പിച്ചപ്പോൾ സവിശേഷമായ അനുഭവങ്ങൾ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നവോത്ഥാന സാഹിത്യത്തിന്റെ ഒരു പോരായ്മയായി നിൽക്കുന്നു. നവോത്ഥാന സാഹിത്യത്തിന്റെയും ദലിത് രാഷ്ട്രീയത്തിന്റെയും വിടവുകളിൽ നിന്നുകൊണ്ട് വിശദ പഠനത്തിനായി നൽകിയിരിക്കുന്ന 2 കൃതികളെയും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒന്ന് തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന നോവലാണ്. മറ്റൊന്ന് TKC വടുതലയുടെ ചങ്ങലകൾ നുറുങ്ങുന്നു എന്ന നോവലാണ്. ആദ്യം തോട്ടിയുടെ മകൻ എന്ന നോവലിനെ കുറിച്ച് ചർച്ച ചെയ്യാം. മലയാള സാഹിത്യത്തിലെ റിയലിസ്റ്റിക് പ്രസ്ഥാനത്തിന്റെ ഭാഗമായ എഴുത്തുകാരനാണ് തകഴി ശിവശങ്കരപിള്ള. സാമൂഹിക പരിവർത്തനം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി തൂലിക ചലിപ്പിച്ച അദ്ദേഹത്തിന്റെ കൃതികളിൽ വ്യക്തി ജീവിതത്തെക്കാൾ സമൂഹത്തിന്റെ ജീവിത ചിത്രമാണ് പ്രതിഫലിക്കുന്നത്. 1984 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ ത്യാഗത്തിന്റെ പ്രതിഫലാണ്. തുടർന്ന് കയർ, ചെമ്മി, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, അനുഭവങ്ങൾ, പാളിച്ചകൾ തുടങ്ങി നിരവധി നോവലുകൾ, സാധുക്കൾ, വെള്ളപ്പൊക്കത്തിൽ തുടങ്ങിയ അനേകം കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓർമ്മയുടെ തീരങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ രചനകളിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം കുട്ടനാട്ടിലെയും തകഴിയിലെയും ഭാഷയാണ്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തകഴി അവശജനങ്ങളുടെ കഥകൾ എഴുതി തുടങ്ങിയിരുന്നു. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോൾ സാമൂഹിക പ്രശ്നങ്ങളും അടിസ്ഥാന ജനതയുടെ പ്രശ്നങ്ങളും കടന്നു വരുന്ന പ്രമേയങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. ചിന്താരീതിയിലും രചനാതന്ത്രങ്ങളിലും മാറ്റം ഉണ്ടായി. സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുള്ള ആകർഷണവും തൊഴിലാളി കർഷക സംഘടനാ പ്രവർത്തനങ്ങളുമായുള്ള ബന്ധവും തകഴിയുടെ ആശയലോകത്തെ രൂപപ്പെടുത്തിയ ഘടകങ്ങളാണ്. സമൂഹത്തിലെ അടിത്തട്ടിലുള്ളവരുടെ ദുരിതപൂർണമായ ജീവിത യാഥാർത്ഥ്യങ്ങളെ യഥാർത്ഥമായി ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അതുകൊണ്ട് തന്നെ വർഗ പ്രാതിനിധ്യ സ്വഭാവത്തോട് കൂടിയവയായിരുന്നു. മലയാളിയായ എഴുത്തുകാരെ കടൽ കാണിച്ചത് കേസരിയ ബാലകൃഷ്ണപിള്ളയാണ് എന്നൊരു അഭിപ്രായം പ്രസക്തമായി നിൽക്കുന്നുണ്ട്. കേസരിയ ബാലകൃഷ്ണപിള്ളയുമായുള്ള ബന്ധം യൂറോപ്യൻ സാഹിത്യവുമായി വിപുലമായ സമ്പർക്കം നേടാൻ തകഴിയെ സഹായിച്ചു. ബൽസാക്, മോപ്പസാങ് തുടങ്ങിയ ഫ്രഞ്ച് എഴുത്തുകാരിലേക്ക് തകഴിയുടെ ശ്രദ്ധ തിരിച്ചുവിട്ടതും കേസരിയാണ്.
ആ നിലയിൽ പുതിയ സാഹിത്യവും ഭാഗവത്വവും സൃഷ്ടിക്കാൻ തകഴിയുടെ തൂലികയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി നോവലിലെ പ്രമേയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആലപ്പുഴ പട്ടണത്തിലെ തോട്ടികളുടെ നരകതുല്യമായ ജീവിതം പശ്ചാത്തലമാക്കി രചിച്ച നോവലാണ് തകഴിയുടെ തോട്ടിയുടെ മകൻ. ആലപ്പുഴ പട്ടണത്തിൽ തോട്ടിപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന 3 തലമുറകളുടെ ജീവിതമാണ് നോവലിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. ഇശുക്കുമുത്തുവും അയാളുടെ മകൻ ചുടലമുത്തുവും മകൻ മോഹനനുമാണ് ഈ 3 തലമുറകളുടെ പ്രതിനിധികൾ. പരമ്പരാഗത വ്യവസ്ഥകളോട് വിധേയനായ ഇശുക്കുമുത്തു, ജാതി സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ചുടലമുത്തു, വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ പൊളിച്ചെറിയാൻ തയ്യാറാകുന്ന മോഹനൻ. ഇവർ 3 പേരും 3 കാലഘട്ടത്തിന്റെ പ്രതിനിധികളാണ്. ഇവർ വ്യവസ്ഥിതിയെ സമീപിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. നോവൽ ആരംഭിക്കുന്നത് ഇശുക്കുമുത്തുവിന്റെ രോഗത്തിൽ നിന്നാണ്. ഇശുക്കുമുത്തു അന്ന് ഒരു പോള കണ്ണടച്ചിട്ടില്ല. നല്ല പനിയും ചുമയും. നേരം വെളുത്തപ്പോൾ ശരീരമാകെ ഒരു നീർക്കോൾ ഉണ്ടായിരുന്നു. 30 കൊല്ലമായി തോട്ടുപണി ചെയ്യുന്നു. ലീവ് വേണമെന്ന് മകൻ ചുടലമുത്തു മുഖാന്തരം അറിയിച്ചപ്പോൾ പുതിയ ആളെ നിയമിക്കുമെന്നാണ് മറുപടി ലഭിച്ചത്. ആ വാർത്ത ഇശുക്കുമുത്തുവിനെ അസ്വസ്ഥനാക്കി. തൻ്റെ പാട്ടയും മമ്മട്ടിയും മകനെ ഏൽപ്പിച്ചിട്ട് മരിക്കണമെന്നാണ് അയാളുടെ ആഗ്രഹം. തൻ്റെ പണി തനിക്ക് ശേഷം മകന് ലഭിക്കണം എന്ന് ചുടലമുത്തു ആഗ്രഹിച്ചിരുന്നു. അയാളുടെ ആഗ്രഹം പോലെ തന്നെ ചുടലമുത്തുവിന് തോട്ടിപ്പണി ലഭിക്കുകയും ചെയ്തു. തൻ്റെ പാട്ടയും മമ്മട്ടിയും മകന് കൊടുത്ത് അനുഗ്രഹിച്ച് യാത്രയാക്കുമ്പോൾ ആ വൃദ്ധന് ജന്മസാഫല്യം കിട്ടിയ ഒരു അനുഭവമാണ് ഉണ്ടായത്. മലവീപ്പ പുറത്ത് വെച്ച് കൊണ്ടുവരുന്ന ആഹാരം കഴിച്ച് വളർന്നവനാണ് ചുടലമുത്തു. ചുടലമുത്തുവിന് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 30 കൊല്ലം തോട്ടിപ്പണി ചെയ്തിട്ടും അത്രയും കാലം അധ്വാനിച്ചിട്ടും ഒരു നേരത്തെ അന്നത്തിനുള്ള വക അവിടെ അവശേഷിച്ചിരുന്നില്ല. പുതുതായി ജോലിക്കെത്തിയ അവനെ നിയമിച്ച ഓവർസിയർ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞു: 1 മാസം ശമ്പളമില്ലാതെ പണിയെടുക്കണം. 1/4 കാശ് കയ്യിൽ വരണമെങ്കിൽ 1 മാസം കഴിയണം. അങ്ങനെ ശമ്പളമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ആദ്യമായി പണിക്കിറങ്ങുന്ന ദിവസം ഇശുക്കുമുത്തു വിളിച്ചു പറഞ്ഞു: ആ മൂലയിലിരിക്കുന്ന കലം കൂടി എടുത്തോ മോനെ, നാഴി വെള്ളം കൊണ്ടുവന്നാലേ അപ്പൻ മോന്തത്തുള്ളൂ. ചുടലമുത്തുവിന് അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പണിക്ക് കയറിയ ചുടലമുത്തു പുതിയൊരു രീതി ആരംഭിച്ചു. അവൻ ആരിൽ നിന്നും ഭക്ഷണം സ്വീകരിച്ചില്ല. ഭക്ഷണം വേണ്ടെന്ന് വെച്ച തോട്ടി എല്ലാവരും ശ്രദ്ധിച്ചു. പക്ഷെ അവന്റെ തീരുമാനത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വൈകുന്നേരം വിശന്നു വലഞ്ഞ അച്ഛന് ഭക്ഷണം കൊടുക്കാനായി അവൻ ഇരക്കേണ്ടതായി വന്നു. പണി കഴിഞ്ഞാൽ സമൂഹത്തിൽ തോട്ടിയുടെ സ്ഥാനം എവിടെയാണെന്ന് അതോടെ അവന് മനസ്സിലായി. പക്ഷെ അവൻ കൊണ്ടുവന്ന വെള്ളം കുടിക്കാൻ ഇശുക്കുമുത്തുവിന് കഴിഞ്ഞില്ല. വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ട് അയാൾ മരിച്ചു. ചത്തു എന്നാണ് ഗ്രന്ഥകാരൻ പ്രയോഗിച്ചിരിക്കുന്നത്. മരിക്കുന്നവരുടെയും ചാകുന്നവരുടെയും നാട്. ഇശുക്കുമുത്തുവിനെ സംസ്കരിക്കാനുള്ള പണം ചുടലമുത്തുവിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഡിപ്പോയിലെ 6 അടി മണ്ണിൽ മരത്തിന് ചുവട്ടിൽ ഇശുക്കുമുത്തുവിനെ കുഴിച്ചിട്ടെങ്കിലും പിറ്റേ ദിവസം ആ ശവശരീരം പട്ടി കടിച്ചു വലിച്ച് പുറത്തേക്കിടുകയാണ് ഉണ്ടായത്. ഈ രംഗം ചുടലമുത്തുവിനെ മറ്റൊരു നിലയിൽ പരുവപ്പെടുത്തുകയായിരുന്നു. ഒരു തോട്ടിയാകുന്നതിൽ ചുടലമുത്തുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. മേലാളരുടെ ജീവിതം അവൻ സ്വപ്നം കാണുകയും അവരുടെ രീതികൾ പകർത്താൻ ശ്രമിക്കുകയും ചെയ്തു. അവൻ സമുദായത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല, അധികാരി വർഗത്തോട് ചേർന്ന് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. തോട്ടികൾ ഉണ്ടാക്കിയ ആദ്യത്തെ സംഘത്തിന്റെ സംഘാടകൻ ചുടലമുത്തു ആയെങ്കിലും നിലനിൽപ്പിനെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ ചുടലമുത്തു മുനിസിപ്പൽ ഭരണാധികാരികൾക്ക് വേണ്ടി അത് പൊളിക്കുകയും ചെയ്തു. അതിനിടയിൽ മുനിസിപ്പാലിറ്റിയിൽ തൂപ്പുകാരിയായിരുന്ന വള്ളിയെ ചുടലമുത്തു ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നുണ്ട്. വള്ളി ജീവിതത്തെ വളരെ പ്രായോഗികമായി നോക്കിക്കാണുന്ന ഒരു കഥാപാത്രമാണ്. ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് തന്നെ മറ്റുള്ള തോട്ടുകളുടെ ജീവിതത്തിൽ നിന്നും ശൈലിയിൽ നിന്നും വ്യത്യസ്തനായിരിക്കാൻ ചുടലമുത്തു ശ്രമിച്ചിരുന്നു. മദ്യപാനവും മറ്റ് ദുർനടപടികളും ഇല്ലാത്ത ചുടലമുത്തുവിന് കയ്യിൽ പണം മിച്ചമുണ്ടായിരുന്നു. തോട്ടികൾ ബുദ്ധിമുട്ടുകളും മറ്റ് പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്ന സമയത്ത് അവൻ പണം കടമായി നൽകുകയും ശമ്പളം കിട്ടുമ്പോൾ അവരുടെ പക്ഷത്ത് നിന്ന് പലിശ ഉൾപ്പെടെ തിരിച്ചു വാങ്ങുകയും ചെയ്തിരുന്നു. ഒരു വീടും പറമ്പും വാങ്ങണം എന്നതായിരുന്നു ചുടലമുത്തുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് മനസ്സിലാക്കിയ ഓവർസിയർ പണം പ്രസിഡന്റിനെ ഏൽപ്പിക്കാനായി ചുടലമുത്തുവിനോട് നിർദ്ദേശിച്ചു. തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം സംഭാവന ചെയ്യാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ സമ്പാദ്യം മുഴുവൻ അവൻ പ്രസിഡന്റിന്റെ കയ്യിലേക്ക് ഒഴുക്കി. ചുടലമുത്തു ഓവർസിയറിന്റെയും പ്രസിഡന്റിന്റെയും സ്വന്തമാണെന്ന ധാരണ തോട്ടികൾക്കിടയിൽ വളർന്നു. തോട്ടികൾക്ക് എത്ര രൂപ ശമ്പളം ഉണ്ടെന്നറിയില്ല. ശമ്പളം കൃത്യമായി പറയുകയുമില്ല. കൊടുക്കുന്നത് വാങ്ങും, അതാണ് പതിവ്. അതിനൊരു മാറ്റം വേണമെന്ന് തോട്ടികൾ നിശ്ചയിച്ചു.
അവർ സംഘടിക്കാൻ തീരുമാനിച്ചെങ്കിലും അതിനെ തകർക്കാൻ ചുടലമുത്തുവിനെ അവർ ഉപയോഗിക്കായിരുന്നു. ചുടലമുത്തുവിന് ഒരു മകൻ ജനിക്കുന്നതോടുകൂടിയാണ് കഥയിലെ വഴിത്തിരിവുണ്ടാകുന്നത്. തൻ്റെ മകൻ തോട്ടിയാകരുതെന്ന് അവൻ ആഗ്രഹിച്ചു. താനൊരു തോട്ടിയാണെന്ന് പറയാൻ അവൻ്റെ അപകർഷതാബോധം അവനെ അനുവദിച്ചിരുന്നില്ല. മകനെ തലോടാനും ചുംബിക്കാനും ആഗ്രഹിച്ചിട്ടും അവൻ ആ ആഗ്രഹങ്ങളെയൊക്കെ അടക്കിപ്പിടിച്ചു. കുഞ്ഞിന് അവൻ മോഹനൻ എന്ന് അന്നത്തെ മേലാളരുടെ പേരിട്ടു. കൂടാതെ ബേബി എന്ന ഓമന പേരും. ഒരർത്ഥത്തിൽ അത് അവൻ്റെ പ്രതിഷേധം കൂടിയായിരുന്നു. ബേബി തോട്ടി എന്ന പ്രയോഗം അവൻ്റെ നെഞ്ചിൽ മുറിവുകൾ ഉണ്ടാക്കി. മകനെ വലിയവനാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് അവൻ്റെ സ്വപ്നങ്ങളിൽ ഇടിച്ചിലുകൾ ഉണ്ടാക്കി. മകനെ സ്കൂളിൽ ചേർക്കുന്നതിന് പോലും അവൻ അധികാരികൾക്ക് കൈക്കൂലി നൽകേണ്ടതായി വന്നു. മഹാരോഗങ്ങൾ ഏറ്റവും മുന്നേ എത്തപ്പെട്ടത് തോട്ടി കോളനികളിലാണ്. അഴുക്കുവാരി അഴുക്കിൽ ജീവിച്ച് അഴുക്കിലൊതുങ്ങുന്ന ജീവിതത്തിനിടയിൽ അവരൊന്നും നേടിയില്ല. ഒടുവിൽ മഹാരോഗങ്ങൾ അവരെ വിഴുങ്ങുന്നു. മകൻ സ്കൂളിൽ പ്രവേശനം നേടിയതോടെ അച്ഛൻ ഒരു തോട്ടിയാണെന്ന് തിരിച്ചറിയുന്നു. വൃത്തിയുള്ള വസ്ത്രങ്ങളും പൗഡറും പൂശിയിട്ട് പോയിട്ടും തന്നെ നാർന്നു എന്ന് കുട്ടികൾ പറഞ്ഞത് അവനിൽ പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാക്കി. മകന്റെ ബോധ്യങ്ങൾ തോട്ടിപ്പണി വേണ്ടെന്ന് വെക്കാൻ ചുടലമുത്തുവിനെ പ്രേരിപ്പിച്ചു. മകൻ ജനിച്ച സന്ദർഭത്തിൽ തന്നെ അവനത് തീരുമാനിച്ചതാണ്. താൻ സ്വന്തം വർഗത്തെ ഒറ്റുകൊടുത്തും അല്ലാതെയും ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ മുനിസിപ്പൽ പ്രസിഡന്റിന്റെ കയ്യിലാണ്. അത് കിട്ടിയാൽ മാത്രമേ തൻ്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയൂ. തൻ്റെ വർഗത്തിലുള്ളവരെ ഒറ്റുകൊടുത്തിട്ട് ഒരുപാട് പാരിതോഷികങ്ങൾ ചുടലമുത്തുവിന് കിട്ടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അവന് ചുടുകാട്ടിൽ പുതിയ കാവൽ പണിയെ ലഭിച്ചു. പക്ഷേ വിധി അവനോട് ക്രൂരമായി പെരുമാറി. നഗരത്തിൽ കോളറ പടർന്നു പിടിച്ചപ്പോൾ തൻ്റെ സഹവാസികളായ പലരും മരിച്ചു. തുടർന്ന് ചുടലമുത്തുവും വള്ളിയും അതേ ദീനം വന്ന് മരിക്കുകയുണ്ടായി. അങ്ങനെ മോഹനൻ അനാഥനായി. തുടർന്ന് മോഹനനും അച്ഛൻ്റെ ജോലി തന്നെ ഏറ്റെടുക്കേണ്ടതായി വന്നു. ഓരോ കാലത്തും തോട്ടികൾ മരിക്കുന്നത് സാധാരണയാണ്. അതിൽ മുനിസിപ്പാലിറ്റിക്ക് ഖേദമില്ല. അവർ പുതിയ ആളുകളെ കൊണ്ടുവരുന്നു. അതായത് തോട്ടികളുടെ ജനനമോ ജീവിതമോ മരണമോ സമൂഹത്തെ ഉലയ്ക്കുന്നില്ല. ഒരാൾ മാറുമ്പോൾ മറ്റൊരാൾ സ്ഥാനം പിടിക്കുന്നു എന്ന് മാത്രം. സാങ്കേതിക വിദ്യകൾ ആകാശത്തിന്റെ അതിരുകൾ കടന്നിട്ടും മാൻഹോൾസ് അഴുക്കുചാലുകളിൽ ഇന്നും ഒരു കൂട്ടം മനുഷ്യർ അവരുടെ ജീവിതം ബലി നൽകുന്നു. പുതിയ തലമുറയിലെ തോട്ടികളുടെ കൂട്ടത്തിൽ മോഹനനും പിച്ചാണ്ടിയുടെ മകനും ചന്ദ്രുവിന്റെ മകനും ഉണ്ടായിരുന്നു. സമ്പന്നനാകാനും മേലാളനാകാനുമുള്ള നിന്റെ അച്ഛൻ്റെ ആഗ്രഹം നിന്റെ രക്തത്തിലുമുണ്ട്. അതാണ് വ്യക്തികളോടുള്ള നിന്റെ പ്രതികാരവാഞ്ച എന്ന് മോഹനനെ കൂട്ടുകാർ കുറ്റപ്പെടുത്തുമ്പോൾ മോഹനൻ അതിനെ ഒരിക്കലും നിഷേധിക്കുന്നില്ല. വ്യക്തികളെയല്ല, സമൂഹത്തെയാണ് നേരിടുന്നത് എന്ന സത്യം വ്യക്തമാക്കിക്കൊണ്ട് അവൻ തൻ്റെ അച്ഛനെ ചതിച്ച പ്രസിഡന്റിന്റെ മണിമന്ദിരം തീയിട്ട് നശിപ്പിച്ചു. തോട്ടുകളുടെ അധ്വാന ഫലം ചൂഷണം ചെയ്ത് കൊഴുത്തു തടിച്ച ചെയർമാനോടും അധികാരത്തോടും പക വീട്ടുന്ന ഒരു പുതിയ തലമുറ ഉദയം ചെയ്തു. ആലപ്പുഴയിൽ ചരിത്രം സൃഷ്ടിച്ച തൊഴിലാളി സമരത്തിന്റെ ആവിർഭാവത്തോടെയാണ് നോവൽ അവസാനിക്കുന്നത്. താഴേക്കിടയിലുള്ള ഒരു വിഭാഗം ജനതയുടെ ശോചനീയമായ ജീവിതാവസ്ഥയും അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പുമാണ് നോവലിലെ മുഖ്യ പ്രതിപാദ്യം. മാനവികത എന്ന ദർശനത്തെ ഉയർത്തിപ്പിടിക്കുമ്പോഴും സൂക്ഷ്മമായ ജാതി അനുഭവങ്ങളെയും പദവികളെയും പരിഗണിച്ചില്ല എന്നത് നോവലിന്റെ ഒരു പരിമിതിയാണ്. അപമാനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പ്രതിഷേധത്തിലേക്ക് കുതിക്കുന്ന ഒരു വർഗത്തെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ജാതി എന്ന വിഷയത്തെ അവതരിപ്പിക്കുന്നതിൽ നോവൽ എത്രമാത്രം വിജയിച്ചു എന്ന ചോദ്യം പ്രസക്തമായി തുടരുന്നു. എഴുത്തുകാരന്റെ കർത്തൃത്വ പദവിയും കാഴ്ചയും നോട്ടവും ആ നിലയിൽ പ്രശ്നവൽക്കരിക്കേണ്ടതുണ്ട്. ദളിത് സിദ്ധാന്തങ്ങൾ നമ്മെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ദളിത് ജീവിതത്തെ പ്രമേയവൽക്കരിക്കുന്നുണ്ടെങ്കിലും തോട്ടിയുടെ മകൻ ഒരു ദളിത് നോവലല്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ജോസഫ് മുണ്ടശ്ശേരിയോട് രൂപഭദ്രതാവാദം ഉടലെടുക്കാൻ ഇടയാക്കിയ നോവൽ കൂടിയാണ് തോട്ടിയുടെ മകൻ എന്ന് പറഞ്ഞു നിർത്താം. നന്ദി.